രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി മഹിളാ മോർച്ച കോലം കത്തിച്ചു. ലോക്സഭയിൽ വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബിജെപി എംപിമാരായ ഹേമ മാലിനി, ബാൻസുരി സ്വരാജ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, വീരേന്ദ്ര സച്ദേവ, മനോജ് തിവാരി എന്നിവരടക്കം ഒട്ടേറെ പേർ മാർച്ചിൽ പങ്കെടുത്തു. രാഹുലും കൂട്ടരും സ്ത്രീകളെ ചതിച്ചു, സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാഹുലും പ്രതിപക്ഷ നേതാക്കളും വഞ്ചകർ എന്നുള്ള പോസ്റ്ററുകളും ബിജെപി ഡൽഹി യൂണിറ്റ് പുറത്തിറക്കി. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കിയും പ്രയോഗിച്ചു. ഇതിനു പിന്നാലെ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. തുടർന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷ ഗഡ്സെ, ബാൻസുരി സ്വരാജ്, കമൽജീത് സൊഗ്രാവത് തുടങ്ങിയവരടക്കമുള്ള പ്രമുഖ നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശ്രുതിയുടെ വീടിനായുള്ള അപേക്ഷ തള്ളിയിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ. 15 ലക്ഷം രൂപ തിരികെ നൽകാമെന്നും കൽപ്പറ്റ ടൗൺഷിപ്പിൽ വീട് നിർമ്മിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചവരിൽ ശ്രുതിയും ഉൾപ്പെടെ 3 പേരുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ശ്രുതിയുടെ അപേക്ഷ തള്ളിയെന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദമായിരുന്നു. ഹരിപ്പാട് നഗരസഭയിൽ തട്ടുകടയിലെ ചായത്തട്ടിന് തീപിടിച്ചു. ചൈതന്യ കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന പള്ളിപ്പാട് നടുവട്ട സ്വദേശി ചന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള തട്ടുകടയ്ക്കാണ് ഇന്ന് വൈകിട്ട് 4:30 തീപിടിച്ചത്. കടയ്ക്ക് പുറത്ത് ചായ തയ്യാറാക്കുന്നതിനായി പ്രത്യേകം സജ്ജീകരിച്ച തട്ടിലാണ് തീപിടുത്തം ഉണ്ടായത്. വൈകുന്നേരം ചായ തയ്യാറാക്കുന്നതിനായി കടയിലെ ജീവനക്കാരൻ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ സിലിണ്ടറിന്റെ ട്യൂബിലുണ്ടായ ഗ്യാസ് ചോർച്ച ശ്രദ്ധയിൽപ്പെടുകയും പെട്ടെന്ന് തന്നെ ട്യൂബിൽ നിന്നും തീ ആളിപ്പടരുകയുമായിരുന്നു. നടുറോഡിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ ചൊവ്വാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് അപേക്ഷ നൽകുമെന്ന് പോലീസ് പറഞ്ഞു. വെള്ളായണി പാലപ്പൂര് അരുണ്നിവാസിൽ സുമനാണ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ മുക്കോലയിലെ ബാറിൽ നടന്ന തർക്കത്തിനൊടുവിൽ സഹോദരങ്ങൾ റോഡിലിട്ട് ചവിട്ടിയും ഇടിച്ചും കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ബാലരാമപുരം RC സ്ട്രീറ്റ് തൊളിയറത്തല സ്വദേശികളും പൈറ്റുവിളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സഹോദരങ്ങളായ അച്ചു S ബാബു, അനന്തു SS എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇരുവരെയും റിമാൻഡ് ചെയ്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായാണ് കസ്റ്റഡിയിൽ വാങ്ങുക. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 22-കാരനായ നിഖിലാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിൽ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി 10:30 സംഭവം. നിഖിലും ജിൻഡോയും തമ്മിൽ പല കാര്യങ്ങളുടെ പേരിലും മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മാടക്കത്തറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം വെച്ചാണ് കൊലപാതകം നടന്നത്.